വൈഫിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ശേഷം ദുബായ് പോയുള്ള കാരണം തന്നെ മല്ലു ബാർബർ പോയിട്ടൊന്ന് മൊഞ്ചായിട്ടുണ്ടായിരുന്നിട്ടാ. പിറ്റേ ദിവസം നമ്മൾ വൈകിട്ട് നേരെ വിട്ടത് എയർപോർട്ടിലേക്കായിരുന്നു. എയർപോർട്ടിലേക്ക് നമ്മൾ കൊണ്ടാക്കാനായിട്ട് നമ്മളതാ നസമോളോ റിയാസ്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ടാ. ഒരു സെൽഫി വീഡിയോ അതുപോലെ തന്നെ സെൽഫി ഒക്കെ എടുത്ത് നേരെ നമ്മൾ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള എയർ അറേബ്യ ഫ്ലൈറ്റ് ആയിരുന്നിട്ടാ. ഷാർജയിലേക്കായിരുന്നു. കൗണ്ടറിന്റെ ഫ്രണ്ടിലെത്തി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ബോർഡിംഗ് പാസ് കിട്ടി. ചെക്കിങ്ങും കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ ഫ്ലൈറ്റ് വെയിറ്റിംഗ് ഏരിയയിൽ പോയി. ഫാമിലി ആയിട്ട് പോകുന്ന ആദ്യ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നുണ്ടാ. പൊന്നൂസിന് ചോക്ലേറ്റ് കൊടുത്ത് അവളെ ഹാപ്പി ആയിട്ടായിരുന്നു. ടേക്ക് ഓഫിനായിട്ട് ഏകദേശം 1.5 മണിക്കൂർ മാത്രമേ ബാലൻസ് ഉള്ളൂ. ആ ഒരു സമയം കൊണ്ട് പൊന്നൂസ് അവിടെയുള്ള ഏരിയകളിലൊക്കെ നടന്നതിന് ശേഷം ഇനിയും പിടിച്ചുകൊണ്ട് ഒരുപാട് ഏരിയകളൊക്കെ നടന്ന് കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലൈറ്റിലേക്ക് വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനിൽ ബുക്കിംഗ് ചെയ്തുകൊണ്ട് തന്നെ സീറ്റ് നമ്പർ ഒക്കെ നമ്മൾ സെലക്ട് ആക്കിയിട്ടായിരുന്നു. നമുക്ക് വിൻഡോ സീറ്റും അത് തൊട്ടടുത്തുള്ള സീറ്റും ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ടേക്ക് ഓഫിന്റെ 48 hours മുന്നേ തന്നെ നമുക്ക് മെസ്സേജ് ഒന്നുണ്ടായിരുന്നു ഓൺലൈനിൽ ബുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റി. അഡീഷണൽ പേയ്മെന്റ് ആണെങ്കിൽ ഫുഡൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ UAE കറൻസി ഒക്കെ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചിരുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു വെള്ളം അതുപോലെ തന്നെ ജ്യൂസ് ഒക്കെ വാങ്ങിച്ച് സേഫ് ആയി ടേക്ക് ഓഫിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നെഗറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്കും കൊടുത്ത് നമ്മളും കഴിച്ച്. ദോഹ ടു ഷാർജ എന്ന് പറഞ്ഞാൽ 1 hour മാത്രമേ ഉള്ളൂ. ഏകദേശം ഷാർജന്റെ ബോർഡറിലെത്തി നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് എക്സിറ്റ് അടിച്ച് എമിഗ്രേഷൻ ക്ലിയറൻസും കഴിഞ്ഞ് നമ്മൾ ലഗേജ് ഒക്കെ കിട്ടി നമ്മൾ നേരെ പുറത്തെങ്കിൽ ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഡ്യൂട്ടി ഫ്രീ ആണ്. നമ്മൾ UAEക്ക് വെൽക്കം ചെയ്യാനായിട്ട് പുറത്ത് ഉമ്മ ഉപ്പ ഇക്കാക്കമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുറത്ത് വന്നോട് കൂടി പൊന്നൂസ് അവരെല്ലാം കണ്ടുകൂടി നെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കണ്ട സന്തോഷത്തിൽ പൊന്നൂസും തിരിച്ച് ഹായ് കൊടുക്കുന്നുണ്ട്. നമ്മളെ UAE ഫസ്റ്റ് എൻട്രി ആണ്. വെരി ഹാപ്പിയാണ്. പൊന്നൂസിനെ കിട്ടിയതോട് കൂടി ഉമ്മ ഇപ്പയും ഹാപ്പി ആയിട്ടായിരുന്നു. ശേഷം നമ്മളിതാ ഉപ്പാക്കും അതുപോലെ തന്നെ ഉമ്മാക്കും ഇക്കാക്കമാർക്കും എല്ലാവർക്കും ഹഗ്ഗൊക്കെ കൊടുത്ത് നമ്മളിതാ കുറഞ്ഞ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈഫിൽ കിട്ടുന്ന ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ് നമ്മളെ ഫാമിലി കൂടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും 1 വീക്ക് ഇനി UAEയിൽ ഉണ്ടായിരിക്കും. നമ്മൾ കൊണ്ടുപോകാനായിട്ട് തയ്ക്ക കാറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജ്യൂസ് ഷവർമ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി വെൽക്കം ആയിരുന്നു UAEക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷാർജ ടു അബുദാബിയിലേക്കായിരുന്നു. ഏകദേശം 2.5 മണിക്കൂറിന് ശേഷം നമ്മളത് അബുദാബി റീച്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതാ നേരെ ഇക്കാന്റെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. ലഗേജ് എല്ലാം എടുത്ത് മേലെ എത്തിപ്പോയി ഏകദേശം 2 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വരണം കാത്തിരുന്ന് നമ്മളിതാ ലിഫ്റ്റിൽ കയറി നേരെ ഫ്ലാറ്റിന്റെ അകത്തെത്തി. ലഗേജ് എല്ലാം നമ്മളിതാ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടയർഡായിരുന്നു. ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് ഉറങ്ങാനുള്ള സെറ്റപ്പാണ്. പൊന്നൂസ് അവിടെ ആക്റ്റീവ് ആണ് കേട്ടോ. പൊന്നൂസ് നല്ല രീതിയിൽ തന്നെ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയതോട് കൂടി റൂമിലെത്തിയപ്പോൾ അവള് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഖത്തർ ടു UAE യാത്ര ഈ രീതിയിലൊക്കെ ആയിരുന്നു. അതായിരുന്നു അൽഹംദുലില്ലാഹ് ഫ്ലാറ്റിൽ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർന്നുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. സീ യു, ബൈ.